ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത വീടിന്റെ ഹോം ടൂറുമായിട്ടാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ചെരണി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 15 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് നിർമ്മിച്ച വീടാണ്. നജ്മൽ ബാബു ആൻഡ് നൗറീന ദമ്പതികളുടെ വീടാണ്. അപ്പൊ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീടിന്റെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സിമ്പിൾ ആയിട്ട് GI പൈപ്പിലാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിനോട് മാച്ച് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് കോമ്പൗണ്ട് വാളിന് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ സെയിം കളർ തീമാണ് ഈ ഒരു കോമ്പൗണ്ട് വാളിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറിയ വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അത്യാവശ്യം മുറ്റം ലഭിച്ചിട്ടുള്ളത്. സൈഡിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നത് കിണറാണ്. കിണർ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കിണറിന് താഴെ നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. കിണറിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു കാർ പോർച്ചാണ്. ഈ വീട് നിൽക്കുന്ന പ്ലോട്ട് ഒരല്പം ഉയർന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്ന് നല്ല കാഴ്ചയാണ്. വീടിന്റെ എലവേഷൻ ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സ്ലോഫ് റൂഫ്, ഗ്രൂ ഡിസൈന്, ഗ്ലാഡിംഗ് ടൈല്, സ്പോട്ട് ലൈറ്റ്സ്, LED ലൈറ്റ്സ്, ഷോ വാള് എന്നിങ്ങനെയെല്ലാം നൽകിയിരിക്കുന്നു. വീടിന്റെ ഈ ഒരു ഭാഗമാണ് സ്ലോപ്പ് റൂഫ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വരുന്ന വിൻഡോ അപ്സ്റ്റെയറിലുള്ള ലിവിംഗിൽ നിന്നുള്ള വിൻഡോ ആണ്. അവിടെ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന വിൻഡോസ് വുഡിലും ബാക്കിയുള്ളത് ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോസിന്റെ സൈഡിൽ കാണുന്നത് ഗ്ലാഡിംഗ് ടൈൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തതാണ്. സിറ്റൗണിന്റെ മുകളിൽ പാരപ്പറ്റിന്റെ ഹാൻഡിൽ GI പൈപ്പിൽ ജാളി കട്ടിംഗ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ടോപ്പിലായിട്ട് ഉടൻ ടച്ച് വരുന്ന പെയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്ത് ടോപ്പിലായിട്ട് ഗ്രൂ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. റൂഫിനോട് ഡയറക്റ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന വിൻഡോസിന്റെ സൈഡിൽ ഷോവാളാണ് നൽകിയിരിക്കുന്നത്. ഈ വിൻഡോസിന്റെ താഴെ നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്നിട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തത് കൊണ്ട് നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വീടിന്റെ സിറ്റൗട്ടിന്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ സെന്ററിലാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് 6 സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഈ വീട് നിൽക്കുന്ന ഒരു ഏരിയ ഒരല്പം ഉയർന്ന പ്ലോട്ടാണ്. അതുകൊണ്ടാണ് 6 സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ ആണ്. സൈഡിലായിട്ട് ഗ്രാനൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫ്ലോട്ടിംഗ് സ്റ്റെപ്പുകളാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾക്ക് പറയാറുള്ളത്. സ്റ്റെപ്പുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. സിറ്റൗട്ടിന്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കിലും ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സ്, സ്പോട്ട് ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. സിറ്റൗട്ടിന്റെ സൈസ് വരുന്നത് 300-380 ആണ്. സിറ്റിംഗിനായിട്ട് വുഡിന്റെ ബെഞ്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ കാണുന്നത് സർക്കിൾ വിൻഡോ ആണ്. സിറ്റൗട്ടിന്റെ ഈ ഒരു ഭാഗത്താണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഡബിൾ ഡോറിൽ മഹാഗണി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഒരു ഹാൻഡിലും നൽകിയിരിക്കുന്നു. സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നേരെ ഫ്രണ്ടിൽ സ്റ്റെയർ കേസും അതിൻ്റെ താഴെയായിട്ട് ഡൈനിങ് ടേബിൾ, അതിനോട് ചേർന്നിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് 2 ബെഡ്റൂമും വരുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകളിൽ സിമ്പിളായിട്ട് ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്, LED ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെ കാണുന്ന ഫാന് 3 കളേഴ്സിൽ ലൈറ്റ് കത്തുന്ന റിമോട്ട് ഫാനാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു ഫാനാണ്. ഈ കാണുന്ന വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ആർട്ടാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ പ്ലൈവുഡിൽ ഡിസൈൻ ചെയ്ത സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗം പ്ലൈവുഡ് ഉപയോഗിച്ച് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടേബിളാണ്. ഒരു ഭാഗത്ത് ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. കൂടെ 4 ചെയറും. ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ വരുന്ന വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഗ്രിപ്പ്ഡ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിനോട് ചേർന്നാണ് വാഷ് ബേസ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് ഏരിയയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് WPC ലൂവർ ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ റൗണ്ട് ഷേപ്പിലുള്ള മിററും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് സ്റ്റോറേജ് നൽകിയിട്ടുള്ളത്. അലൂമിനിയം PVCയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ അലൂമിനിയം PVCന്റെ വലിയൊരു പ്രത്യേകത ചെതൽ, വെള്ളം എന്നിങ്ങനെ യാതൊരു പ്രശ്നങ്ങളും PVCനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വെള്ളം തട്ടുന്ന ഭാഗങ്ങളിൽ അധിക പേരും PVC ഉപയോഗിക്കുന്നത്. ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇത്
നേരെ വർക്കിംഗ് കിച്ചണിലേക്കാണ്. അതായത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭക്ഷണം പാസ് ചെയ്യാനാണ് ഈ ഒരു വിൻഡോ ഇവിടെ നൽകിയിട്ടുള്ളത്. വീടിനകത്ത് മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഇന്റീരിയർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള എലമെന്റുകളൊന്നും വാളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലൈറ്റ് കളേഴ്സ് ആണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഡോറാണ് കിച്ചണിലേക്ക്. നേരെ കാണുന്നത് പ്രയർ റൂമിലേക്കാണ്. മെയിൻ ഡോറിനോട് ചേർന്നിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് സോഫ സെറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റിയോട് മാച്ച് ആയിട്ട് ഇവിടെ വരുന്ന വിൻഡോസിന് റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻ ആണ് നൽകിയിരിക്കുന്നത്. ജിപ്സം കൊണ്ട് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ്സ്, LED ലൈറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. WPC പാനലിങ്ങും PVC മാർബിൾ ഷീറ്റും അലുമിനിയം ഫാബ്രിക്കേഷനിലുമാണ് ഈ ഒരു TV യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലും സൈഡിലൊക്കെ WPC ലൂവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഷോ കേസ് നൽകിയിരിക്കുന്നു. ഷോ പീസസും ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിലൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ആണ് ഈ വീടിന് ലഭിക്കുന്നത്. ഇനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാളിനോട് ചേർന്നിട്ടാണ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കർട്ടൻ എല്ലാം റോമൻ ബ്ലൈൻഡ് കർട്ടൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാൾഡ്രോബ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറിൽ അലുമിനിയം PVC ഷീറ്റിലുമാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിന്റെ സൈഡിൽ മിററും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. കളർഫുൾ ബട്ടർഫ്ലൈ ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസ് വരുന്നത് 200-150 ആണ്. ഇനി ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 350-360 ആണ്. കിങ് സൈസിലുള്ള കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ് കോട്ടിന്റെ ഹെഡ് ബോർഡ് ഈ ഒരു ഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കുഷൻ നൽകിയിട്ടുണ്ട്. കർട്ടനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റോമൻ ബ്ലൈൻഡ് കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിന്റെ സെന്ററിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. അവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ലോങ് ആയിട്ടുള്ള മിററും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിന്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് കിച്ചൺ വരുന്നത്. നമ്മൾ ഏത് വീട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് വീടിന്റെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വീടിന്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത് എന്നെ പോലെ സ്ത്രീകളായിരിക്കും. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടം കിച്ചൺ ആയിരിക്കും. 2 കിച്ചണാണ് ഈ വീടിന് വരുന്നത്. ഫോർമൽ കിച്ചണും വർക്കിംഗ് കിച്ചണും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ചെറിയൊരു കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചന്റെ സൈസ് വരുന്നത് 300-356 ആണ്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന്റെ താഴെ കബോർഡ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ കബോർഡുകളെല്ലാം അലുമിനിയം PVC ലാമിനേഷൻ ചെയ്തതാണ്. അതുപോലെ വിൻഡോസിന് വെനീഷ്യൻ ബ്ലൈൻഡുകളാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ കബോർഡ്, വാൾഡ്രോബ്, TV യൂണിറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള ഷോപ്പിൽ നിന്നാണ്. സ്റ്റൈലിഷ് അലുമിനിയാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. ഇതുപോലുള്ള വർക്കിനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കിച്ചന്റെ ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റോറേജും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റോർ റൂമിന്റെ അതേ ഒരു ഉപയോഗമായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. വീട് പ്ലാൻ ചെയ്ത സമയത്ത് വർക്കിംഗ് കിച്ചൺ ഇല്ലായിരുന്നു. പിന്നെ ആഡ് ചെയ്തതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ. ഒരു 100-120 സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു വർക്കിംഗ് കിച്ചൺ. വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. മുകളിൽ വാർത്തിട്ടില്ല, ഓടാണ് വിരിച്ചിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൽ കബോർഡ് നൽകിയിട്ടുണ്ട്. വിറകടുപ്പോട് കൂടിയിട്ടുള്ള കിച്ചൺ ആണ്. പുകയില്ലാത്ത വിറകടുപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
പ്രെയർ ഏരിയയിലേക്കാണ്. കിച്ചണോട് ചേർന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രെയർ ഏരിയയിൽ തന്നെ ഉളു എടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഡീറ്റെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് പണിതിരിക്കുന്നത്. വുഡൻ ടച്ച് വരുന്ന ടൈലാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് വുഡൻ ടച്ച് വരുന്ന പെയിന്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി ലാൻഡിംഗ് വരുന്ന സ്ഥലത്ത് വലിയൊരു വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നു. ടഫൻഡ് ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലോത്തിൽ വരുന്ന കർട്ടൻ ആണ്. വിൻഡോസിന്റെ താഴെ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിലുള്ള സിറ്റിംഗ് ഏരിയ ആണ്. പകൽ സമയത്തൊന്ന് കിടക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് നല്ലൊരു ആംബിയൻസ് ആണ് ഇന്റീരിയറിന് നൽകുന്നത്. സ്റ്റെയർ കേസ് കയറി നേരെ അപ്പർ ഡൈനിങ് സ്പേസിലേക്കാണ്. നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ്. അതിനോട് ചേർന്നിട്ടുള്ളതാണ് ഓപ്പൺ ടെറസിലേക്ക്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ട് സൈഡിലും സോഫ സീറ്റ് നൽകിയിരിക്കുന്നു. നേരെ കാണുന്ന വിൻഡോ ആണ്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ടഫൻ ഗ്ലാസ്സിലുള്ള വിൻഡോ ജിപ്സം കൊണ്ട് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സ്, പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാവും എല്ലാവരും. ഈ ഒരു വീട് ഹൗസ് ഓണർ ഇഷ്ടപ്രകാരം നിർമ്മിച്ച വീടാണ്. ഓരോ ഏരിയകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ നേരെ കാണുന്നത് ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കിലും ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ സ്പോട്ട് ലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ രണ്ട് ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് തന്നെ വേറെ ലെവലാക്കി മാറ്റുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്സുകൾ. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 300-360 ആണ്. സെൻട്രലാണ് ബെഡ് കോട്ട് നൽകിയിട്ടുള്ളത്. കോട്ടിന്റെ ഹെഡ് ബോർഡ് കുഷൻ നൽകിയിട്ടുണ്ട്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ആർട്ടിന്റെ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ട് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസ് വരുന്നത് 180-160 ആണ്. ഫസ്റ്റ് ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് 300-360 ആണ്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. 180-160 ആണ് ബാത്റൂമിന്റെ സൈസ് വരുന്നത്. ഈ വീടിന്റെ പ്ലാൻ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പ്ലാനിൽ നിന്നും ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ ഹോം ടൂറുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.